നമസ്കാരം, എല്ലാവരും ഓക്കെ അല്ലേ? ഇന്ന് പറയാൻ പോകുന്ന കഥ സുഴൽ ദ വോട്ടെക്സ് എപ്പിസോഡ് 3. അപ്പോ ആരംഭിക്കലാങ്ങളാ. എപ്പിസോഡ് തുടങ്ങുന്നത് നിളയെ തട്ടിക്കൊണ്ടുപോയ ആ ചുവന്ന ഓമിനി വാൻ ഒരു ഷെഡിനകത്ത് ഒളിപ്പിച്ചിട്ടിരിക്കുന്നത് കാണിച്ചുകൊണ്ടാണ്. ഷെഡിനടുത്തുള്ള വീടിന്റെ ഉൾഭാഗത്ത് ഒരു മൊബൈൽ അടിക്കുന്നത് കാണിക്കുന്നു. പക്ഷെ ആരും എടുക്കുന്നില്ല. അത് അതിശയത്തിന്റെ മൊബൈൽ ഫോൺ ആയിരുന്നു. അവൻ വിളിച്ചത് അച്ഛൻ വടിവേലു. ഫോൺ എടുക്കാത്തത് കണ്ട് ആ കാര്യം അയാൾ നിരാശയോടെ രജനിയോട് പറയുന്നു. അപ്പൊ അവിടെ സക്കരയും നന്ദിനിയും ഷൺമുഖവും മറ്റുള്ളവരും ഒക്കെ ഉണ്ടായിരുന്നു. നിളയുടെ പുറകെ നടന്ന് ശല്യപ്പെടുത്തിയിരുന്നത് അതിശയാണെന്ന് എല്ലാവരും അറിഞ്ഞു. രജനി എല്ലാവരോടായിട്ട് അതിശയ ഒരു ദേഷ്യക്കാരനോ ാണ്. പക്ഷേ ഒരു പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോകാൻ അവനൊരു ക്രിമിനൽ അല്ല എന്ന് പറയുന്നു. അപ്പോൾ മലർ നുണ പറഞ്ഞതാണെന്നാണോ നിങ്ങൾ പറയുന്നത് എന്ന് നന്ദിനി ചോദിച്ചപ്പോൾ വടിവേലു പെട്ടെന്ന് അങ്ങനെയല്ല, അവൾ തെറ്റിദ്ധരിച്ചതായിക്കൂടെ എന്ന് ചോദിക്കുന്നു. അപ്പൊ രജന അതിശയം അവൾക്ക് അയച്ച 2-3 വാട്സ്ആപ്പ് വോയിസ് മെസ്സേജുകൾ എല്ലാവർക്കായിട്ട് കേൾപ്പിച്ചു കൊടുക്കുന്നു. എന്നിട്ട് ഒരു പെണ്ണിനെ തട്ടിക്കൊണ്ടുപോയാൽ ഇങ്ങനെ ഇത്ര കൂളായിട്ട് ഒരു മെസ്സേജ് അയക്കുമെന്ന് ചോദിക്കുന്നു. മണിയാറും അത് ശരിവെച്ച് അവന്റെ ശബ്ദത്തിൽ ഒരു ടെൻഷനും ഇല്ലല്ലോ, ഒരു പെണ്ണിനെ തട്ടിക്കൊണ്ടുപോകാൻ ഇങ്ങനെ സംസാരിക്കുമെന്ന് പറയുന്നുണ്ട്. അത് കേട്ട് മലർ പെട്ടെന്ന് നിങ്ങൾക്ക് അവനെ കുറിച്ച് അറിയാത്തതുകൊണ്ടാണ്, നിള എവിടെ പോയാലും അവൻ പുറകെ ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. നിളയുടെ ഒരേ ഒരു ഫ്രണ്ട് ഞാനാണ്. അവൾ എന്നോട് പേഴ്സണൽ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ലെങ്കിലും അതിശയത്തെ കാണുമ്പോൾ അവൾ പേടിക്കുന്നത് ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട് എന്ന് പറയുന്നു. പല പ്രാവശ്യം അവൻ നിളയെ ശല്യപ്പെടുത്തിയിട്ടുണ്ട്. ഒരു ദിവസം ട്യൂഷൻ വിട്ടു വന്നപ്പോൾ, പിന്നീട് ഒരു ദിവസം ഖോഖോ കളി കഴിഞ്ഞ് പോകാൻ നിൽക്കുമ്പോൾ തിയേറ്ററിൽ വെച്ച്, പിന്നെ ഒരു ദിവസം മലർ കാറിൽ വരുമ്പോൾ റോഡ് സൈഡിൽ നിളയുടെ സ്കൂട്ടർ കണ്ട് അവൾ കാർ നിർത്തിച്ച് ഇറങ്ങി വരുന്നു. അവിടെ ഒരു ഒഴിഞ്ഞ കെട്ടിടം ഉണ്ടായിരുന്നു. അവരോടൊപ്പം ട്യൂഷൻ പഠിക്കുന്ന 2 പിള്ളേർ അതിന് മുമ്പിൽ ഇരിക്കുന്നുണ്ടായിരുന്നു. മലർ നിള എവിടെയെന്ന് അവരോട് ചോദിച്ചതും നിളയുടെ ബാഗ് ആ കെട്ടിടത്തിന് മുമ്പിൽ കാണുന്നു. പെട്ടെന്ന് എന്നെ വിട് എന്ന് പറഞ്ഞ് നിളയുടെ കരച്ചിൽ കെട്ടിടത്തിന്റെ അകത്തു നിന്നും കേൾക്കുന്നു. മലർ ഓടി അകത്തേക്ക് എന്നപ്പോൾ കണ്ടത് അതിശയം നിളയെ കടന്നു പിടിക്കാൻ ശ്രമിക്കുന്നതായിരുന്നു. മലർ ഓടി വന്ന് അതിശയത്തെ തള്ളി മാറ്റി നിളയും കൊണ്ട് അവിടെ നിന്ന് പോകുന്നു. ആ ഫ്ലാഷ് ബാക്ക് എല്ലാം കഴിഞ്ഞ് കാണിക്കുമ്പോൾ അതിശയത്തിന്റെ കാര്യം പറഞ്ഞ് എല്ലാവരും രജനിയോട് ചൂടാവുകയാണ്. അവൾ ഉടനെ ഫോൺ എടുത്ത് അതിശയത്തിനെ വിളിക്കുന്നു. എന്നാൽ കോൾ എടുത്തത് അതിശയത്തിന്റെ കൂട്ടുകാരൻ മണിയായിരുന്നു. അതിശയം അടുത്ത് കടയിൽ പോയിരിക്കുകയാണ്, വരുമ്പോൾ വിളിക്കാൻ പറയട്ടെ എന്ന് മണി പറഞ്ഞപ്പോൾ രജന ദേഷ്യം കടിച്ചമർത്തി വിളിക്കാനൊന്നും പറയണ്ട, എല്ലാവരും എത്രയും പെട്ടെന്ന് ഇങ്ങോട്ട് തിരിച്ചെത്തിക്കൊള്ളാം, ഇവിടെ ഭയങ്കര പ്രശ്നമായിരിക്കണം എന്ന് പറയുന്നു. അത് കേട്ടത് മണി ഓക്കെ എന്ന് പറഞ്ഞ് പെട്ടെന്ന് കോൾ കട്ട് ചെയ്യുന്നു. അടുത്ത സീനിൽ ഷൺമുഖത്തിന്റെ വീട് കാണിക്കുമ്പോൾ അവിടെ എല്ലാവരും ഉണ്ട്. ഷൺമുഖൻ DSPയെ കാണാൻ പോകാൻ തുടങ്ങിയപ്പോൾ അത് പ്രശ്നം കൂടുതൽ വഷളാവെന്ന് പറഞ്ഞ് എല്ലാവരും തടയുന്നു. കാരണം രജന ഒരു പോലീസുകാരിയാണല്ലോ. അപ്പൊ ഗുണ ഞാൻ കുറച്ചുപേരെ കൂട്ടി മൂന്നാർ പോയി അന്വേഷിക്കട്ടെ എന്ന് ചോദിച്ചപ്പോൾ ആൾക്കാരെ കൂട്ടിച്ചെന്നാൽ അവർ ചിലപ്പോൾ നിള എന്തെങ്കിലും ചെയ്യും എന്ന് പറഞ്ഞ് നന്ദിനി തടയുന്നു. അപ്പോൾ പിന്നെ വേറെ എന്താ ഇപ്പൊ ചെയ്യാന്ന് ഷൺമുഖ അസ്വസ്ഥയോടെ ചോദിച്ചപ്പോൾ അതിന് മറുപടി പറയാതെ നന്ദിനി എന്തോ ആലോചിക്കുന്നു. അടുത്ത സീനിൽ പോലീസ് സ്റ്റേഷനിൽ കോദണ്ഡരാമൻ രജനയെ കാത്തിരിക്കുകയാണ്. ആളല്പം ദേഷ്യത്തിലാണ്. അപ്പോൾ ഒരു കോൺസ്റ്റബിൾ രജനയെ വിളിച്ച് അയാൾ കാത്തിരിക്കുന്നവരും പറയുന്നു. രജന അപ്പോൾ സക്കരയോടൊപ്പം ത്രിലോകിന്റെ ഓഫീസിലായിരുന്നു. കോദണ്ഡരാമനോട് എന്തെങ്കിലും പറഞ്ഞ് അവിടെ നിന്ന് പറഞ്ഞു വിട്, ഞാൻ ആകെ കലിപ്പിലാണ് എന്ന് രജന പറയുന്നു. എന്നിട്ട് നിളയുടെ ഫോൺ റെക്കോർഡിന്റെ ഡീറ്റെയിൽസ് എടുക്കാൻ പറഞ്ഞിട്ട് എന്തായെന്ന് ചോദിച്ചപ്പോൾ അത് മെയിൽ അയച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിരുന്നു എന്ന് കോൺസ്റ്റബിൾ പറയുന്നു. രജന ഉടനെ കൺട്രോൾ റൂമിൽ വിളിച്ചിട്ട് വന്നിരിക്കുന്ന മെയിലിന്റെ ഡീറ്റെയിൽസ് എന്തായാലും ഇപ്പൊ വിളിക്കുന്ന ഈ നമ്പറിൽ വിളിച്ചിട്ട് അവളോട് പറയാൻ പറയുന്നു. അപ്പൊ പെട്ടെന്ന് ത്രിലോക് അങ്ങോട്ട് വന്ന് കോദണ്ഡരാമൻ എങ്ങനെയെങ്കിലും ഒഴിവാക്ക്, അതിന് എന്താണ് വേണ്ടതെന്ന് വെച്ചാൽ മേടിച്ചു എന്ന് പറഞ്ഞപ്പോൾ രജന അല്പം ദേഷ്യത്തിൽ നിങ്ങളുടെ ഫാക്ടറികളുടെ കാര്യം നോക്കലല്ല പോലീസിന്റെ പണി, ഷൺമുഖത്തിന്റെ മകളെ കാണാതെ പോയിരിക്കുകയാണ്, എനിക്ക് ആദ്യം അത് അന്വേഷിക്കണം എന്ന് പറഞ്ഞിട്ട് രജന പോകുന്നു. എന്നിട്ട് പുറത്ത് വെച്ച് സക്കനെ രജന സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ ലക്ഷ്മി ഫോൺ വിളിച്ചപ്പോൾ അവൻ കുറച്ച് തിരക്കിലാണ്, പിന്നീട് വിളിക്കാന്ന് പറഞ്ഞ് ഫോൺ വെക്കുന്നു. ലക്ഷ്മി അവൻ വൈകിട്ട് ഉത്സവത്തിന് കൊണ്ടുപോകുന്നു പറഞ്ഞിരുന്നു. അതറിഞ്ഞ് രജന എപ്പോഴും ഡ്യൂട്ടി എന്നും പറഞ്ഞ് നടക്കാതെ അവളെ കൂട്ടി പോകാൻ പറയുന്നു. അങ്ങനെ അടുത്ത സീനിൽ സക്കര ലക്ഷ്മി ഉത്സവത്തിന് കൊണ്ടുപോകുന്നു. എന്നിട്ട് അവർ ഒരു സാരി കടയിൽ കയറി ലക്ഷ്മിക്ക് സാരി നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ പുറത്ത് സക്കര പുഷ്പരാജനെ കാണുന്നു. എന്നാൽ പുഷ്പരാജ് സക്കരയെ കണ്ട ഉടനെ അവിടെ നിന്ന് എസ്കേപ്പ് ആവുന്നു. അതുകൊണ്ട് സക്കരയ്ക്ക് എന്തോ സംശയമാവുന്നുണ്ട്. പിന്നീട് സക്കരയും ലക്ഷ്മി റൊമാന്റിക്കായി സംസാരിച്ചുകൊണ്ട് തിരിച്ചു പോകുന്ന വഴി വടിവേലു സക്കരയെ ഫോൺ വിളിച്ചിട്ട് ഉടനെ തന്നെ ഒന്ന് വീട്ടിലേക്ക് വരാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നു. അപ്പൊ സക്കര എന്ത് പറ്റി മാഡം എവിടെയെന്ന് ചോദിച്ചപ്പോൾ എല്ലാം വന്നിട്ട് പറയാം, വേഗം വരാൻ പറഞ്ഞിട്ട് വടിവേലു ഫോൺ വെക്കുന്നു. എന്നിട്ട് അയാൾ വീടിന് പുറത്ത് കിടന്നിരുന്ന കുറച്ച് ചെരുപ്പുകൾ എടുത്ത് അകത്തിട്ടിട്ട് കഥ കടയ്ക്കുന്നു. അടുത്ത സീനിൽ ത്രിലോകിന്റെ ഓഫീസ് കാണിക്കുന്നു. അവിടെ കോദണ്ഡരാമനും ത്രിലോകും സേട്ടുകൊണ്ട് കോദണ്ഡരാമൻ ത്രിലോകിനോട് ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരുടെ കഴിഞ്ഞ 3 വർഷത്തെ ബാങ്ക് ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസ് ചോദിച്ചപ്പോൾ അക്കൗണ്ടന്റ് ലീവിലാണെന്ന് ത്രിലോക് പറയുന്നു, അതായത് വടിവേലു. അപ്പോൾ കോദണ്ഡരാമൻ ചിരിച്ചുകൊണ്ട് പോലീസ് സ്റ്റേഷനിൽ ചെന്നാൽ അവിടെ നിന്നും ഡോക്യുമെന്റ്സ് ഒന്നും കിട്ടില്ല, നിങ്ങളുടെ കമ്പനിയിൽ വന്നാൽ അവിടെ നിന്നും ഒരു ഡീറ്റെയിൽസ് കിട്ടുന്നില്ല, തൊഴിലാളി യൂണിയൻ നേതാവിനെയും കാണാനില്ല, അതെന്താ അങ്ങനെയെന്ന് ചോദിക്കുന്നു. അപ്പൊ ത്രിലോക് അസ്വസ്ഥയോടെ അതെനിക്കറിയില്ല, അവരോട് പോയി ചോദിക്കുമെന്ന് പറയുന്നു. അപ്പൊ കോദണ്ഡരാമൻ അത് ഞാൻ തീർച്ചയായും ചോദിച്ചോളാം, പക്ഷേ ഈ കമ്പനിയിൽ ഇത്ര വലിയ തീപിടുത്തമൊക്കെ നടന്നിട്ടും ഒരു തൊഴിലാളികളെ പോലും കാണാനില്ല, അവരെല്ലാവരും എവിടെയെന്ന് ചോദിക്കുന്നു. അപ്പോൾ സേട്ട് പെട്ടെന്ന് നിങ്ങൾ വിശ്വസിക്കുമോ ഇല്ലേ എന്നറിയില്ല, അതിലും വലിയൊരു സംഭവം നടന്നു എന്ന് പറയുന്നു. അതായത് നിളയെ കാണാതെ പോയ കാര്യമാണ് സേട്ട് ഉദ്ദേശിച്ചത്. വീണ്ടും രജനിയുടെ വീട് കാണിച്ചപ്പോൾ അവിടെ അതിശയത്തിന്റെ ഒപ്പം ടൂർ പോയ കുട്ടികളുടെ രക്ഷിതാക്കളായിരുന്നു ഉണ്ടായിരുന്നത്. അവരുടെ ചെരുപ്പാണ് വടിവേലു വീടിനകത്തേക്ക് എടുത്തിട്ടത്. അപ്പൊ രജന അവരോട് പിള്ളേരിൽ ആര് നിങ്ങളെ വിളിച്ചാലും അത് നേരെ എന്നോട് പറയണം, വേറെ ആരെ അറിയിക്കരുത്, നിങ്ങൾ കാരണം നിങ്ങളുടെ മക്കളുടെ ഭാവി പോകരുത് എന്നെല്ലാം പറഞ്ഞ് ഒന്ന് പേടിപ്പിച്ചു വിടുന്നുണ്ട് അവരെ. അതിലൊരാള് ഫാക്ടറി തൊഴിലാളിയാണ്, അയാളോട് ഷൺമുഖത്തോടൊന്നും ഇത് പറയരുതെന്ന് പ്രത്യേകം പറയുന്നുണ്ട് രജന. അങ്ങനെ അവർ പോകാൻ തുടങ്ങിയതും കറക്റ്റ് ടൈമിൽ സക്കര അങ്ങോട്ട് വരുന്നു. അപ്പൊ അവരെല്ലാം കണ്ട് സക്കര രജനിയോട് ഇതിനു വേണ്ടിയാണ് എന്നോട് ലക്ഷ്മിയും കുട്ടി പൊക്കോളം പറഞ്ഞിരുന്ന അല്പം നീരസത്തോടെ ചോദിക്കുന്നു. പക്ഷെ രജനി ഇപ്പൊ ഇങ്ങനെ ചെയ്യാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ അതിശയത്തിനെയും കൂട്ടുകാരെയും ഇപ്പോൾ ഫോണിൽ വിളിച്ചിട്ട് കിട്ടുന്നില്ല, എല്ലാ ഫോണും സ്വിച്ച് ഓഫ് ആണ്. അത് മാത്രമല്ല സൈബർ സെല്ലിൽ നിന്ന് ഇൻഫർമേഷൻ വന്നിരുന്നു, നിളയുടെ ഫോണിലേക്ക് അതിശയം ഒരു ദിവസം 20 പ്രാവശ്യത്തിൽ കൂടുതൽ വരെ ഫോൺ വിളിച്ചിട്ടുണ്ട്. മാത്രമല്ല ലാസ്റ്റ് കോളും അതിശയത്തിന്റെ ആയിരുന്നു. അപ്പോൾ രജന ഒരുപക്ഷെ അതിശയം നിളയെ പ്രൊപ്പോസ് ചെയ്തിട്ട് നിള അവനെ റിജക്ട് ചെയ്തപ്പോൾ ആ ദേഷ്യത്തിൽ അതിശയം നിളയെ തട്ടിക്കൊണ്ടുപോയിരിക്കുമോ എന്ന് ടെൻഷനായി സക്കരയോട് ചോദിക്കുന്നു. പക്ഷെ സക്കര അങ്ങനെ വിശ്വസിക്കുന്നില്ല. രജന സൈബർ സെല്ലുകാരോട്
അതിശയത്തിന്റെ ഫോൺ ട്രാക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് നേരിട്ട് മൂന്നാർ ചെന്ന് അന്വേഷിക്കാനുള്ള പ്ലാനിലാണ് രചന. പക്ഷെ അത് പ്രശ്നങ്ങൾ കൂടുതൽ വഷളാക്കി എന്ന് പറഞ്ഞ് സക്കര മൂന്നാർ പോയി അന്വേഷിക്കുക എന്ന് പറയുന്നു. വടിവേലും അത് ശരിവയ്ക്കുന്നു. അപ്പോൾ അതിശയത്തിന് കിട്ടിക്കഴിഞ്ഞാൽ വേറെ ആരോടും പറയുന്നതിന് മുമ്പ് അവൻ എന്റെ അടുത്ത് കൊണ്ടുവരണമെന്ന് രചന പറയുന്നു. അങ്ങനെ സക്കര അവിടെ ഒന്നും പോകുന്നു. രചന സങ്കടത്തിൽ കരയുന്നുണ്ട്. വടിവേലും അവളെ ആശ്വസിപ്പിക്കുന്നു. എത്ര വലിയ പോലീസുകാരിയാണെങ്കിലും അവളൊരു അമ്മയാണല്ലോ. അങ്ങനെ അടുത്ത സീനിൽ സക്കര മൂന്നാറിൽ എത്തുന്നു. എന്നിട്ട് അതിശയം രചനയ്ക്ക് വാട്സ്ആപ്പ് വോയിസ് മെസ്സേജ് അയച്ചപ്പോൾ പറഞ്ഞ ഹോട്ടലിലേക്ക് എത്തുന്നു. സ്ഥലം മൂന്നാറായതുകൊണ്ട് അവിടെ കൂടുതലും മലയാളീസ് ആണ്. അങ്ങനെ സക്കര ഹോട്ടൽ റിസപ്ഷനിൽ എത്തിയപ്പോൾ അവിടെ ഇരിക്കുന്നവൻ ആരോടോ ഫോണിൽ സംസാരിക്കുകയാണ്. നിങ്ങൾ ധൈര്യമായിട്ട് ആരെ വേണമെങ്കിലും കൂട്ടിക്കൊണ്ടുവന്നു, രജിസ്റ്ററിലൊന്നും പേരെഴുതില്ല, ഇവിടെ സേഫ് ആണെന്ന്. സക്കര ആ ഫോൺ കട്ട് ചെയ്തിട്ട് അവനോട് 4 പിള്ളേരും ഒരു പെൺകുട്ടിയും കൊണ്ട് ഇവിടെ വന്നിരുന്നു എന്ന് ചോദിച്ചപ്പോൾ സക്കര പോലീസാണെന്ന് മനസ്സിലാക്കി അവൻ ഇല്ല, സംശയം ഉണ്ടെങ്കിൽ രജിസ്റ്റർ പരിശോധിച്ചോളൂ എന്ന് പറയുന്നു. രജിസ്റ്ററിൽ അവൻ എന്താ ചെയ്യുന്നതെന്ന് ഇത്തിരി ഫോണിൽ കൂടെ പറഞ്ഞതേ ഉള്ളൂ. അതുകൊണ്ട് സക്കര അവനോട് എല്ലാ മുറിയിലും പോയി പരിശോധിക്കാം, കൂടെ വരാൻ പറഞ്ഞപ്പോൾ അവനത് സമ്മതിക്കുന്നില്ല. അപ്പൊ സക്കര അവന്റെ മോന്തയ്ക്കൊന്ന് കൊടുത്തിട്ട് അവനെ വിളിച്ചുകൊണ്ട് പോകുന്നു. എന്നിട്ട് ഓരോ മുറിയിലും പരിശോധിക്കുന്നുണ്ട്. പക്ഷെ അവിടെ ഒന്നും അതിശയം കൂട്ടുകാരും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു മുറിയുടെ മുമ്പിൽ എത്തിയപ്പോൾ അതിനകത്ത് ഒരു പെൺകുട്ടി മാത്രമാണ് ഉള്ളതെന്ന് അവൻ പറയുന്നു. സക്കര മുറിയുടെ കഥയിൽ മുട്ടുന്നു. അപ്പോൾ അകത്തൊരു പെൺകുട്ടി അവിടെ ഉണ്ടായിരുന്ന ഒരു കത്തി എടുക്കുന്നത് കാണിക്കുന്നുണ്ട്. അവളുടെ കൈ മാത്രമാണ് കാണിക്കുന്നത്. അവൾ കഥക് തുറക്കുന്നില്ലെന്ന് കണ്ട സക്കര ആ കഥക് ചവിട്ടി തുറക്കുന്നു. അപ്പോൾ അകത്ത് കുത്താനായി കത്തിയും പിടിച്ചു നിൽക്കുന്നു നന്ദിനി. അന്ന് എല്ലാവരുടെയും മുമ്പിൽ വെച്ച് രചന അതിശയം അയച്ച് വാട്സ്ആപ്പ് വോയിസ് മെസ്സേജ് കേൾപ്പിച്ചിരുന്നല്ലോ. അപ്പോൾ ഈ ഹോട്ടലിന്റെ പേര് അവൻ പറഞ്ഞത് നന്ദിനിയും കേട്ടിരുന്നു. അങ്ങനെയാണ് നന്ദിനി ഇങ്ങോട്ട് എത്തിയത്. നന്ദിനിക്ക് പോലീസുകാരെ വിശ്വാസമില്ല. കാരണം അതിശയ ഒരു പോലീസുകാരിയുടെ മകനാണല്ലോ. അതുകൊണ്ടാണ് അവൾ നേരിട്ട് അന്വേഷിക്കാനായിട്ട് മൂന്നാറിലെത്തിയത്. അപ്പോൾ ഷൺമുഖം കറക്റ്റ് ടൈമിൽ നന്ദിനി ഫോൺ വിളിക്കുന്നു. ഷൺമുഖത്തോട് നന്ദിനി കാര്യങ്ങളെല്ലാം പറയുന്നു. അതിശയവും കൂട്ടുകാരും ഈ ഹോട്ടലിൽ മുറി എടുത്തിട്ടില്ല, അവർ കള്ളം പറഞ്ഞതാണ്. അങ്ങനെ സക്കര നന്ദിനിയും കൂട്ടി പുറത്തു വരുന്നു. എന്നിട്ട് അവളോട് വണ്ടിയിൽ കയറി ഞാൻ ബസ് സ്റ്റോപ്പിൽ വിടാം, നീ തിരിച്ചു പോയിക്കോളെന്ന് പറഞ്ഞെങ്കിലും നന്ദിനി അത് സമ്മതിക്കുന്നില്ല. അവൾ മൂന്നാറിൽ വന്നിട്ട് ഓൾറെഡി കുറച്ച് റിസോർട്ടുകളിൽ അന്വേഷണം നടത്തിയിരുന്നു. പക്ഷെ അവിടെ ഒന്നും അതിശയം കൂട്ടുകാരും ചെന്നിട്ടില്ല. അപ്പൊ അത് കണ്ട് സർപ്രൈസ് ആയി സക്കര ശരി നമുക്ക് ഇവിടുത്തെ ലോക്കൽ പോലീസ് സ്റ്റേഷനിൽ പോകാം, ഇവിടുത്തെ പോലീസുകാരുടെ സഹായമില്ലാതെ നമുക്ക് ഇത് ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് നന്ദിനിയും കൂട്ടി അവൻ മൂന്നാറിലെ ലോക്കൽ പോലീസ് സ്റ്റേഷനിലേക്ക് ചെല്ലുന്നു. എന്നിട്ട് അവിടുത്തെ SIയോട് സക്കര കാര്യം പറയുന്നു. SI 2-3 കോൺസ്റ്റബിൾമാരെ സഹായത്തിന് അയക്കുന്നുണ്ട്. അങ്ങനെ ഒരാൾ സക്കരയോടൊപ്പം വേറെ 2 പേർ ഒരു ബൈക്കിലും മൂന്നാറിലുള്ള റിസോർട്ടുകളിലും ലോഡ്ജുകളിലും ഓട്ടോ സ്റ്റാൻഡിലും ജീപ്പ് സ്റ്റാൻഡിലും ഒക്കെ അതിശയത്തിനെയും കൂട്ടുകാരെ അന്വേഷിക്കുന്നുണ്ട്. പക്ഷെ എവിടെയും അവരെ കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ സക്കരയും നന്ദിനി നിരാശരായ ഒരു സ്ഥലത്ത് നിൽക്കുമ്പോൾ അവരോടൊപ്പം ഉണ്ടായിരുന്ന ഒരു കോൺസ്റ്റബിൾ വന്നിട്ട് അവിടെ ഒരു സ്ഥലത്ത് ഒരു ചുവന്ന മാരുതിവൻ കണ്ടു എന്ന് പറഞ്ഞ് കോൾ വന്നു, നമുക്ക് അവിടെ ചെന്ന് അന്വേഷിക്കാം എന്ന് പറയുന്നു. ഉടനെ തന്നെ അവർ അങ്ങോട്ട് പുറപ്പെടുന്നു. അതൊരു ഹോം സ്റ്റേ ആയിരുന്നു. അവിടെ ഒരു ഷെഡിൽ ഒരു ചുവന്ന മാരുതിവൻ ഉണ്ടായിരുന്നു. അതാണ് എപ്പിസോഡിന്റെ ആദ്യം കാണിച്ചത്. സക്കര നമ്പർ പ്ലേറ്റിലെ ചെളി ഒരു കോലുകൊണ്ട് ചുരണ്ടിയിട്ട് ആ നമ്പർ കോൺസ്റ്റബിളിനോട് പറഞ്ഞിട്ട് അത് ട്രേസ് ചെയ്യാൻ പറയുന്നു. വാനിന്റെ അകത്ത് അതിശയത്തിന്റെ കൂളിംഗ് ഗ്ലാസ് കണ്ട് സക്കര നിരാശനാകുന്നുണ്ട്. പെട്ടെന്ന് കോൺസ്റ്റബിൾ വീടിന്റെ മുൻവാതിലിന് മുമ്പിൽ നിന്ന് സക്കരയെ വിളിച്ചിട്ട് ഉള്ളിൽ ഫാൻ ഓൺ ആണ്, അകത്ത് ആളുണ്ട് എന്ന് പറയുന്നു. സക്കര ഓടിച്ചെന്ന് വാതിൽ തുറക്കാൻ നോക്കിയെങ്കിലും പറ്റുന്നില്ല. വീടിന്റെ സൈഡിലെത്തി അവിടുത്തെ ജനാല തുറക്കാൻ നോക്കിയപ്പോൾ അത് ലോക്കല്ലായിരുന്നു. അങ്ങനെ അത് തുറക്കുന്നു. അകത്തേക്ക് നോക്കിയപ്പോൾ മദ്യക്കുപ്പികളും മറ്റും ഉണ്ടായിരുന്നു അവിടെ. അപ്പോൾ അവിടെ മേശപ്പുറത്ത് അതിശയത്തിന്റെ മൊബൈൽ ഫോൺ സക്കര കാണുന്നു. പെട്ടെന്ന് ആരും അങ്ങോട്ട് വരുന്ന ശബ്ദം കേട്ട് അവർ സൈഡിൽ മറഞ്ഞു നിൽക്കുന്നു. അത് അതിശയത്തിന്റെ കൂട്ടുകാരായിരുന്നു. അവർ മദ്യം വാങ്ങാൻ പോയതായിരുന്നു. അപ്പോൾ അതിലൊരുത്തൻ അതിശയത്തിന്റെ മെസ്സേജ് രചനയ്ക്ക് അയക്കണം എന്ന് പറഞ്ഞപ്പോൾ മറ്റൊരുത്തൻ അവന്റെ അമ്മയോട് മാപ്പ് പറഞ്ഞിട്ടുള്ളതല്ലേ, അതല്ലേ ലാസ്റ്റ് മെസ്സേജ് എന്ന് പറയുന്നു. അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ട് ഗേറ്റിന് മുമ്പിൽ എത്തിയപ്പോൾ അത് തുറന്നു കിടക്കുന്ന കണ്ട് അവർ പുറകിലേക്ക് നോക്കിയപ്പോൾ പോലീസ് ജീപ്പ് കാണുന്നു. ഉടനെ സക്കര അവരുടെ മുമ്പിലേക്ക് വന്ന് അതിശയം എവിടെ എന്ന് ചോദിച്ചു ഒരുത്തന്റെ മോന്തയ്ക്കൊന്ന് കൊടുക്കുന്നു. ഉടനെ അവന്മാർ 3 പേര് അവിടെ നിന്ന് ഓടിക്കളയുന്നു. സക്കര അമ്മമാരെ പുറകെ ഓടുന്നു. നന്ദിനി വേഗം വീട്ടിലേക്ക് എന്ന് ജനൽ വഴി അതിശയത്തിന് മൊബൈൽ ഫോൺ എടുത്ത് പരിശോധിച്ചപ്പോൾ അതിൽ അതിശയം നിളയെ വാനിൽ പിടിച്ചു വെച്ചിരിക്കുന്ന ഒരു ഫോട്ടോ കാണുന്നു. അത് കണ്ട് നന്ദിനി ടെൻഷനിൽ അവിടെ നിന്നും പോകുന്നു. ഇതേസമയം സക്കര അവന്മാരെ 3 പേരെ ഓടിക്കുകയായിരുന്നു. അങ്ങനെ ഓടിച്ചോടിച്ച് അവസാനം ഒരു ചെറിയ പാലത്തിന് നടുവിൽ വെച്ച് അവന്മാരെ പിടിക്കുന്നു. എന്നിട്ട് അവൻ അവരെ അടിക്കാൻ കയ്യോങ്ങിയിട്ട് അതിശയം എവിടെയെന്ന് ചോദിക്കുന്നു. അവന്മാർ 3 പേര് ശരിക്കും പേടിച്ചിരിക്കുകയാണ്. അടുത്ത സീനിൽ അവർ 3 പേരെയും നന്ദിനിയെയും കൂട്ടി പോലീസ് ജീപ്പിൽ തിരിച്ചു പോവുകയാണ് സക്കര. ഇതേസമയം തൊഴിലാളി യൂണിയൻ ഓഫീസ് കാണിച്ചപ്പോൾ അവിടെ അതിശയത്തിന്റെ കൂട്ടുകാരന്റെ അച്ഛൻ ഷൺമുഖത്തിനോടും മറ്റുള്ളവരോടും രചന അവനോട് പറഞ്ഞ കാര്യം പറയുന്നു. എന്റെ മകന്റെ ഭാവി വിചാരിച്ച് നിളയ്ക്ക് എന്തെങ്കിലും സംഭവിക്കാൻ സമ്മതിക്കില്ല എന്ന് അയാൾ പറയുന്നു. അപ്പൊ ഗുണ അമ്മ എന്തെങ്കിലും മറയ്ക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ മകൻ തീർച്ചയായും എന്തെങ്കിലും തെറ്റ് ചെയ്തിരിക്കും എന്ന് പറയുന്നു. ഉടനെ തന്നെ ഷൺമുഖം ദേഷ്യത്തിൽ ചാടി എഴുന്നേറ്റ് അവളെന്താ വലിയ പുള്ളിയാണോ എന്ന് അറിയണമല്ലോ എന്ന് പറഞ്ഞിട്ട് ഗുണയോട് നമ്മുടെ ആളുകളെല്ലാം കൂട്ടി അങ്ങോട്ട് വരാൻ പറഞ്ഞിട്ട് അവിടെ ഉണ്ടായിരുന്ന ആളുകളോടൊപ്പം പോകുന്നു. അങ്ങനെ രാത്രിയായി. മയാനക്കൊല്ല ഉത്സവത്തിന്റെ 3-ാം ദിവസമാണ് ഇന്ന്. സക്കര തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഉത്സവത്തിനിടയിൽ ഒരുത്തൻ ആളുകളെ വിളിച്ചുകൊണ്ട് പോകുന്നത് അവിടെ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഒരു കോൺസ്റ്റബിൾ കാണുന്നുണ്ട്. അപ്പോൾ കാര്യം മനസ്സിലായ അയാൾ ഉടനെ തന്നെ രചനയെ വിളിച്ച് ഷൺമുഖ ആളുകളെ കൂട്ടി അങ്ങോട്ട് വരുന്ന കാര്യം പറയുന്നു. അത് കേട്ട് രചന പ്രശ്നം എന്തെങ്കിലും വന്നാൽ ഞാൻ നോക്കിക്കോളാം, നിങ്ങൾ അവിടെ നിങ്ങളുടെ ഡ്യൂട്ടി നോക്കിയാൽ മതി എന്ന് പറഞ്ഞിട്ട് വീട്ടിൽ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന കോൺസ്റ്റബിളിനോട് ഗേറ്റ് അടയ്ക്കാൻ പറഞ്ഞിട്ട് വീടിനകത്തേക്ക് പോകുന്നു. വടിവേലു അതെല്ലാം കണ്ട് ടെൻഷനായി നിൽക്കുന്നുണ്ട്. രചന അകത്ത് നിന്ന് മേശയിൽ നിന്നും അവളുടെ തോക്കെടുക്കുന്നു. അതുകൊണ്ട് വടിവേലു പ്രശ്നം വഷളാക്കരുതെന്ന് പറഞ്ഞെങ്കിലും പ്രശ്നം എന്തെങ്കിലും വന്നാൽ ഞാൻ നോക്കിക്കോളാം, നിങ്ങൾ ഇടയിൽ വരാതിരുന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് തോക്കുമായിട്ട് പുറത്തേക്ക് പോയി ഷൺമുഖത്തിനും കൂട്ടർക്കുമായി കാത്തു നിൽക്കുന്നു. അപ്പോഴേക്കും ഷൺമുഖവും മറ്റു തൊഴിലാളികളും കയ്യിൽ പന്തങ്ങളും പത്തലും ഒക്കെ ആയിട്ട് ഗേറ്റും തള്ളി തുറന്ന് രചനയുടെ വീട്ടിലേക്ക് എത്തുന്നു. രചനയാണെങ്കിൽ അതൊന്നും കണ്ട് ഒട്ടും ഭയക്കാതെ കലിപ്പിൽ തോക്കും പിടിച്ച് അവര് വരുന്നത് നോക്കി നിൽക്കുന്നത് കാണിച്ചുകൊണ്ട് ഈ എപ്പിസോഡ് അവസാനിക്കുന്നു. ദി എൻഡ്.